എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാരുടെയും ജീവിതവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. വീടെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാ വീട്ടമ്മമാരും പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും എൻ്റെ വീട് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അതൊരു മേജർ കംപ്ലൈൻ്റ് ആണല്ലേ. അത് മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. വൃത്തിയുള്ള എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു വീട് കാണുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു വീട്ടിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം കൂടും. അതുപോലെ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഒരു വീടിനെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരിക്കുക. നമുക്കറിയാം, ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എല്ലാ വീട്ടിലെയും സ്ഥിരം പല്ലവിയായിരിക്കും ഇതല്ലേ. ഒരു കാര്യത്തിന് ധൃതി വെച്ചിറങ്ങുമ്പോഴായിരിക്കും വെച്ച സാധനം എവിടെയാണ് കാണുന്നില്ല. പിന്നെ തപ്പി നമ്മുടെ ടൈം പോകും. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്സായിരിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ ഉള്ളവരെയൊക്കെ നമ്മൾ ചീത്ത വിളിക്കും. കുറേ നമ്മൾ തപ്പി കഴിയുമ്പോഴത്തേക്ക് ആ സാധനം കിട്ടും. ഈ ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സാധനത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥലം വേണമെന്ന് പറയുന്നത്. അത് വീട്ടിലുള്ള എല്ലാവരും അറിയുകയും വേണം. നമ്മുടെ എല്ലാ വീടുകളിൽ ഓരോ സാധനങ്ങൾക്കും ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരിക്കണം. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പം അതായത് താക്കോലിടുന്നത് ഒരു ഹുക്കിലായിരിക്കണം. എല്ലാ താക്കോലുകളും ഒരു ഹുക്കിലിടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അതായത് കുറേ നമുക്കറിയാം, ഒരു വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ താക്കോലുകളുണ്ട്. കാറിൻ്റെ ഉണ്ട്, ബൈക്കിൻ്റെ ഉണ്ട്, അലമാരയുടെ ഉണ്ട്, കാർഡ്ബോർഡ്, ട്രേ, ബാഗ്, അങ്ങനെ എല്ലാ കീസും കൂടെ ഒരു ഹുക്കിൽ ഇങ്ങനെ ആണിയടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാം. ഇപ്പം വലിയ വലിയ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിനുവേണ്ടി തന്നെ ഒരു ഹുക്കായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അത് നമ്മളത് അവിടെ തന്നെ ആണിയടിച്ച് വെച്ചാൽ മതി. അതെല്ലാം നമുക്ക് ഒട്ടും പൈസ ഇല്ലെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ തടി കഷ്ണം കിട്ടും, അതിലേക്ക് ആണിയടിച്ച് ഓരോ ഹുക്കും നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ആ കീ അവിടെ തന്നെ നമ്മൾ കൊണ്ടിടും. കീ മാത്രമല്ല, ചാർജറുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫയൽസ്, പിന്നെ കുട്ടികളുടെ സാധനങ്ങൾ, അതൊക്കെയാണ് പെട്ടെന്ന് കാണാതെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് സാധനങ്ങൾ അന്വേഷിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ച സാധനം അതിൻ്റെ സ്ഥലത്ത് തിരികെ വയ്ക്കുക എന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ശീലിച്ചിരിക്കേണ്ട ഒന്നാണ്. മോർണിംഗ് ഒരു 15 മിനിറ്റ്സ് നമുക്ക് ക്ലീനിങ് റൊട്ടീനാക്കി എടുക്കാം. അതായത് പലരും വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ ജോലിയായിട്ടാണ് കാണുന്നത്. രാവിലെ എഴുന്നേറ്റ ശേഷം ഒരു 15 മിനിറ്റ്സ് മാറ്റി വെച്ച് കിടക്ക വിരിക്കാം, ജനാലകളൊക്കെ തുറന്നിടാം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ നമുക്ക് തീർക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ എഴുന്നേറ്റ് പോരുമ്പോഴത്തേക്ക് നമ്മുടെ കിടക്കയും പുതപ്പും അതൊക്കെ വിരിക്കുന്നത് ഒരു ശീലമാക്കിയെടുക്കാം. ഒരു ദിവസം നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയം, അതായത് നമ്മൾ നമ്മുടെ കിടക്കയെല്ലാം വിരിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ഉടൻ ചെയ്യേണ്ട ഒന്നാണ് ഇത്. നമ്മൾ കിടന്ന കിടക്കയിലെ പുതപ്പും തലയണയും ഒക്കെ വൃത്തിയാക്കി വെക്കുക എന്നത്. നമ്മൾ രാവിലെ ഇങ്ങനെ ചെയ്താൽ വൈകുന്നേരം ക്ഷീണിച്ച് മുറിയിലേക്ക് കയറി വരുമ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്ന ആ കട്ടിലും നമ്മുടെ പുതപ്പും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ലഭിക്കും. അടുത്തതായി നമുക്ക് അടുക്കള ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വീടിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അടുക്കളയല്ലേ. അപ്പോൾ അടുക്കള വൃത്തിയായിട്ട് കിടന്നാൽ തന്നെ വീടിൻ്റെ പകുതി വൃത്തിയായി എന്ന് നമുക്ക് പറയാം. പല വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റാണ്, ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം പാത്രങ്ങളും അതുപോലെ സ്റ്റൗവും പിന്നീട് വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷേ അത് ജോലിഫലം നമുക്ക് ഇരട്ടിയാക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിനാൽ നമ്മൾ പാചകം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പച്ചക്കറിയുടെ മാലിന്യങ്ങൾ അതൊക്കെ അപ്പം തന്നെ നമ്മൾ കളയുക. അതുപോലെ ഉപയോഗിച്ച പാത്രങ്ങൾ കൂടിയിടാതിരിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ അടുക്കളയ്ക്ക് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കൂടി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത്
പൊടി പിടിച്ച് നമ്മുടെ വീട് അലങ്കോലമാവാനേ അത് സഹായിക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ അലമാരിയിലാണെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ, വസ്ത്രങ്ങൾ അതെല്ലാം കൂടി കിടക്കുന്നത്, നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ വെക്കുന്നത്, കുട്ടികളുടെ പഴയ ടോയ്സ്, ഇതൊക്കെ ഒന്നെങ്കിൽ നമ്മൾ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ നമുക്ക് ആക്രിക്കടകളുണ്ടായിരിക്കും അവിടെ കൊണ്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ ഒരുപാട് കൂടിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. അതായത് നമ്മൾ ദിവസേന ചെയ്യാത്ത കുറച്ച് ജോലികളുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ജോലികൾ, അതായത് നമ്മുടെ ജനലുകൾ, ഫ്രിഡ്ജ്, ഫാൻ, അലമാര, ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ ദിവസവും നിശ്ചയിച്ചിട്ട് നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ശനിയാഴ്ചയാണ് ബാത്റൂം കഴുകുന്നതെങ്കിൽ നമുക്ക് ഞായറാഴ്ച കിച്ചൺ. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പം നമുക്ക് ബുദ്ധിമുട്ട് നമ്മുടെ ഇത്രയും കുറഞ്ഞിരിക്കും. വേറൊരു കാര്യം ചെയ്യാവുന്നതാണ്, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ, അതുപോലെ വീട്ടിൽ ബാക്കി ഹസ്ബൻഡ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടെ ഈ ജോലികളിലൊക്കെ അവരെയും കൂടെ ഉൾപ്പെടുത്താം മാക്സിമം. കാരണം ഈ വീട് ജോലി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമല്ല. കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതലേ ചെറിയ ചെറിയ ജോലികളൊക്കെ ശീലിപ്പിക്കുക. ഉദാഹരണം പറയുവാണെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ എല്ലാം ചെറുപ്പം തൊട്ടേ കളിച്ച് കഴിയുമ്പോൾ ഒതുക്കി വെക്കാൻ പറയാം. പിന്നെ അവരുടെ ബുക്സ് പഠിത്തം കഴിയുമ്പം എല്ലാം ഒതുക്കി വെപ്പിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ ബെഡ്ഷീറ്റെല്ലാം മടക്കി വെപ്പിക്കുക. അതുപോലെ നമുക്ക് ഹസ്ബൻഡിനെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായത്തിന് വിളിക്കാവുന്ന. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ പണികൾ ഈസി ആയിട്ട് പെട്ടെന്ന് തീരുക. നൈറ്റിൽ ഒരു 10 മിനിറ്റ് നമുക്ക് റീസെറ്റിന് വേണ്ടി എടുക്കാം. നമ്മൾ പലരും അവഗണിക്കുന്ന ഒന്നാണ് ഈ ഒരു കാര്യം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ സോഫയുടെ കവേഴ്സ്, അതുപോലെ തന്നെ പാത്രങ്ങൾ നമുക്ക് കഴുകി വെക്കാം. എടുത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി വയ്ക്കുക, നമ്മുടെ ഡൈനിങ് ടേബിൾ തുടയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. വൃത്തിയെ നമ്മളൊരു ശീലമായിട്ടെടുക്കുക. പലരും വൃത്തിയാക്കൽ എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതൊരു ജീവിതശൈലിയാക്കി മാറ്റുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറും. ദിവസവും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം. അതുപോലെ നമുക്ക് വലിയ ജോലികൾ നമ്മൾ ഒരിക്കലും മാറ്റി വെക്കാതിരിക്കുക. അതുപോലെ നമുക്ക് ഓരോ ദിവസവും 1% നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഒരു മാസം കഴിഞ്ഞ് ഒന്ന് നോക്കൂ. അതുപോലെ നിങ്ങളുടെ വീടും നിങ്ങളുടെ മനസ്സും കൂടുതൽ ശാന്തവും അതുപോലെ തന്നെ ക്രമമുള്ളതുമായി തീരാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. നമുക്ക് വൃത്തിയുള്ള വീടെന്നത് നമുക്ക് വില കൂടിയ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ വലിയ വീടുകളോ നിർമ്മിക്കുന്നത് കൊണ്ടൊന്നുമല്ല. നമുക്ക് വൃത്തിയുള്ള വീടെന്നാണ് നല്ല ശീലങ്ങളുള്ള വീടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, കുടുംബത്തിൻ്റെ സഹകരണം, ഒന്നിച്ചുള്ള പ്രവർത്തനം നിങ്ങളുടെ വീട് കൂടുതൽ വൃത്തിയും സന്തോഷവും നിറഞ്ഞ ഇടമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you on the next video. Thank you.